നമുക്കൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ? കമോൺ, ലെറ്റ്സ് മേക്ക് എ ചക്കപ്പുഴുക്ക്. നമ്മുടെ നാട്ടിൽ ചക്കപ്പുഴുക്കിനെ ചക്ക വേവിച്ചതെന്നാണ് പറയുന്നത്. കണ്ടത്തിൻ്റെ സൈഡിലേക്ക് നിൽക്കുന്ന പ്ലാവിൽ നിന്ന് തന്നെ ഒരു ചക്ക അങ്ങിട്ടു. നമ്മുടെ നാട്ടിൽ വയലിനെ കണ്ടമെന്നാണ് വിളിക്കാറ്. കണ്ടത്തിലിപ്പോൾ വെള്ളമില്ല, അതുകൊണ്ട് ചക്ക ഒരഴുക്കും പറ്റാതെ നമുക്കിങ്ങ് കിട്ടി. ആ ചക്കയെ എടുത്തിനി അയ്യത്ത് വെക്കണം. ഈ കണ്ടത്തിൻ്റെ കരയിൽ നമ്മൾ അയ്യം എന്നൊക്കെ പറയും. അയ്യത്ത് വെച്ച് നമ്മുടെ ചക്ക അങ്ങ് വൃത്തിയാക്കുക. ഈ പച്ച കളറിലെ സാധനം ഉണ്ടല്ലോ, അതിനെ നമ്മൾ മുള്ളെന്നാണ് പറയുന്നത്, ചക്കയുടെ മുള്ള്. ആ മുള്ളെല്ലാം ഇരുമ്പെന്നാണ് ഇതിനെ പറയുന്നത്. ഇരുമ്പ് വെച്ച് ചെത്തി ഇങ്ങെടുക്കുകയാണ്. അമ്മ അങ്ങനെ എല്ലാ തോടും ചെത്തി കളഞ്ഞ് വൃത്തിയാക്കി. ഇനിയും ചക്കയുടെ ബാക്കി പണിക്ക് വേണ്ടി കൊണ്ടുപോയി. അവനെ ഇനി ആ കൂഞ്ച് നിർത്തി ഇങ്ങ് പൊളിച്ചെടുക്കും. ഇങ്ങനെ പൊളിക്കുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊക്കെ കറയുണ്ടല്ലോ, അതൊന്നും പറ്റത്തില്ല. അങ്ങനെ എല്ലാം പൊളിച്ച് നമ്മുടെ മുറത്തിലേക്കിടുക. ലാസ്റ്റ് ആ കൂഞ്ച് നല്ല നീളത്തിലിങ്ങ് കിട്ടും. ഈ കൂഞ്ച് പിന്നീട് നമുക്ക് പലതരം കറികളുണ്ടാക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ കറി ഉണ്ടല്ലോ, ആ റെസിപ്പിയൊക്കെ ഇതിനകത്ത് പ്രയോഗിക്കാൻ പറ്റും. നമ്മുടെ ചക്ക ചില്ലറ പുള്ളിയൊന്നും അല്ല. അങ്ങനെ കൂഞ്ച് കിട്ടി. ഇനി ഇവന്മാരെ തോല് കളഞ്ഞ്, തോല് മീൻസ് ചവിണി കളഞ്ഞ്, പിന്നെ ചക്കക്കുരു എടുത്തു മാറ്റി വൃത്തിയാക്കി അരിയുവാണ്. ഒരു ഉരുളിയിലിട്ട് നമ്മളവനെ റെഡിയാക്കി അരിഞ്ഞിങ്ങെടുക്കുക. പിന്നെ ചക്കക്കുരു ഉണ്ടല്ലോ, ഇത് നമ്മൾ പ്രത്യേകം ഒരു കവറിലിട്ട് മാറ്റി വെക്കും. കാരണം ഈ ചക്കക്കുരു നമുക്ക് പിന്നീട് തോരനൊക്കെ വയ്ക്കാം. ആ തോരൻ എന്നാ രുചിയാണെന്നറിയാമോ? പച്ചമുളക് അങ്ങോട്ടിട്ട് അത് പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ ചക്ക വേവിക്കാം. അങ്ങനെ അടുപ്പിൽ വെച്ച് ചക്ക വേവിക്കുകയാണ്. ഒരു 1.5 കപ്പ് വെള്ളമൊക്കെ നമ്മൾ ആ ചക്കയ്ക്കകത്ത് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇനിയും ചക്കയുടെ അരപ്പ് വേണം. ജാറിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ടു, 2 നുള്ളി ജീരകം ഇട്ടു. ഇനിയും വെളുത്തുള്ളി ഉണ്ടല്ലോ, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇടാം. അങ്ങനെ ആ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞ ശേഷം വേറൊരു സാധനമുണ്ട്, നമ്മളെ മെയിൻ ഐറ്റം കുരുമുളക്. ആ കുരുമുളകിൻ്റെ ആ രുചി ഇതിനകത്ത് മെയിനാണ്. അങ്ങനെ കുരുമുളകും കൂടി ഇട്ടു. അതങ്ങ് ചതച്ചിങ്ങെടുത്തു. പിന്നീടാണ് നമ്മൾ തേങ്ങയും കൂടി ഇട്ട് ചതയ്ക്കുന്നത്. ഒരു അരമുറി തേങ്ങ ഉണ്ട്. ആ തേങ്ങയും കൂടി ഇട്ട് ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഇനി അവന്മാരെ ഇന്ന് ചതച്ചിങ്ങെടുക്കുക. ചതച്ചെടുത്തതിന് ശേഷം ചക്ക വെന്തോ നോക്കാം. നടുക്കൊരു കുഴിയുണ്ടാക്കി. ആ കുഴിയുണ്ടാക്കിയ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേര് എന്താണെന്നറിയാവോ? തുടുപ്പ്. ഇവിടെ തുടുപ്പെന്നാണ് അതിനെ പറയുന്നത്. നോക്കിയപ്പം വെള്ളം വറ്റിയോ? ഇല്ല, ശകലം കൂടെ ഉണ്ട്. അങ്ങനെ വെള്ളം വറ്റിയതിന് ശേഷം ആ അരപ്പ് ഈ ചക്കയുടെ മുകളിലോട്ട് അങ്ങോട്ട് തട്ടിക്കൊടുക്കും. ചക്കയുടെ മുകളിലോട്ട് മുഴുവൻ അരപ്പും തട്ടിക്കൊടുത്തേച്ച് ഈ അരപ്പൊന്ന് മയപ്പെടാൻ വേണ്ടി നമ്മൾ 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒന്ന് ആവി തട്ടണം, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടി ആ തുടുപ്പ് വെച്ചൊന്ന് സെറ്റാക്കിയിട്ട് വീണ്ടും അടച്ചു വയ്ക്കും. അങ്ങനെ 5 മിനിറ്റ് കഴിയുമ്പം നമ്മൾ ഇതിനെ അങ്ങോട്ട് പുരട്ടാൻ തുടങ്ങും. ഈ ചക്ക ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിന് നമ്മുടെ നാട്ടിൽ പുരട്ടുക എന്ന് പറയും. അതിനു മുമ്പ് നമ്മൾ കറിവേപ്പില ഇട്ടു, പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനിയും നമ്മുടെ മിക്സിങ് പരിപാടി, അതായത് പുരട്ടൽ തുടങ്ങുകയാണ്. അതൊരു 1.5 പരിപാടി, ഇച്ചിരി പാടാണത്. അങ്ങനെ നമ്മൾ പുരട്ടും. ചക്കയ്ക്ക് പുരട്ടി ഒരു ടൈം ആവും. ആദ്യം അടുപ്പേ വെച്ച് അമ്മ അങ്ങ് പുരട്ടുക. എന്നിട്ടൊന്നും അമ്മയ്ക്ക് തൃപ്തിയാവത്തില്ല. പിന്നെ അടുപ്പിൽ നിന്ന് ഇറക്കി താഴെ വയ്ക്കും. എന്നിട്ട് വീണ്ടും അമ്മ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് വീണ്ടും അമ്മ ചക്ക പുരട്ടുക. അങ്ങനെ പുരട്ടി ലാസ്റ്റ് അമ്മയ്ക്കൊരു എന്താ പറയുന്നത്, ഒരു ടൈമുണ്ട്, അപ്പോഴേ അമ്മ പുരട്ടൽ നിർത്തത്തുള്ളൂ. അങ്ങനെ റെഡിയായി നമ്മുടെ ചക്കയും പിന്നെ നമ്മുടെ അയലക്കറി. എൻ്റെ പൊന്നോ, എൻ്റെ രുചിയാണെന്നറിയാമോ? അങ്ങോട്ട് പിടിക്കുക. പിന്നെ ഒരു ഭംഗിക്ക് ഞാൻ വാഴയിലക്കകത്തിലാണ് ഇതൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചത്. നമ്മൾ വീഡിയോ എടുക്കുകയാണല്ലോ, ഒരു ഭംഗി വേണമല്ലോ, അതിന് വാഴയിലൊക്കെ വെച്ച് സെറ്റാക്കി അങ്ങോട്ട് ഞാൻ അടിച്ച്. എന്താ രുചിയെന്നറിയാമോ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടല്ലോ.